വിശദമായ വാർത്തയിലേക്ക്. പാമോലിൻ അഴിമതി ഇടപാടുകൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അറിവോടെയെന്ന് തൃശൂർ വിജിലൻസ് കോടതി. കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കണ്ടിരുന്നതായി കോടതിയുടെ നിരീക്ഷണം. കേസിലെ 3-4 പ്രതികളായ മുൻ ചീഫ് സെക്രട്ടറി പത്മകുമാർ, അഡീഷണൽ സെക്രട്ടറി സക്കറിയ മാത്യു എന്നിവരുടെ വിടുതൽ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത് മന്ത്രിസഭാ തീരുമാനങ്ങളാണെന്നും ഇരുവരെയും കുറ്റവിമുക്തരാക്കിയുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. സോളാർ ബാർക്കോഴ വിവാദങ്ങളിൽ രക്ഷപ്പെട്ടു നിന്നിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ് പാമോലിൻ കേസിൽ തൃശൂർ വിജിലൻസ് കോടതിയുടെ നിരീക്ഷണം. പാമോലിൻ ഇടപാട് നടക്കുമ്പോൾ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അറിവോടെയാണ് അഴിമതി നടന്നതെന്ന് കോടതി പരാമർശിച്ചു. കേസിലെ 3-ാം പ്രതിയായ മുൻ ചീഫ് സെക്രട്ടറി പത്മകുമാർ, അഡീഷണൽ സെക്രട്ടറി സക്കറിയ മാത്യു എന്നിവരുടെ വിടുതൽ ഹർജി പരിഗണിക്കവെയാണ് കോടതി പരാമർശം. മന്ത്രിസഭാ തീരുമാനങ്ങളാണ് ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത്. അഴിമതി കേസുകളിൽ ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇരുവരെയും കുറ്റവിമുക്തരാക്കി. അതനുസരിക്കുക മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് അനുസരിക്കുകയല്ലാതെ വേറെ അവരുടെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചയോ കുറ്റകൃത്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി ഈ 2 പ്രതികളുടെയും ഡിസ്ചാർജ് പെറ്റീഷന് അലവ് ചെയ്തിട്ട് അവരെ ഇടപാടിന് മുമ്പ് അന്നത്തെ ധനമന്ത്രി ഫയൽ കാണണമെന്ന് അഡീഷണൽ സെക്രട്ടറി നോട്ട് എഴുതിയിരുന്നു. ഉമ്മൻചാണ്ടി ഫയൽ കണ്ടിരുന്നതായുള്ള നിരീക്ഷണം പരിഗണിച്ചാണ് വിടുതൽ ഹർജിയിലെ ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശമുണ്ടായത്. തനിക്ക് ഇടപാടിൽ പങ്കില്ലെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അവകാശവാദം ഇതോടെ പൊളിഞ്ഞു. 1991-92 കാലയളവിൽ അധിക വില നൽകി പാമോലിൻ ഇറക്കുമതി ചെയ്ത കേസിൽ 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ പങ്ക് വെളിച്ചത്ത് വരുന്നത്. കേസിലെ 2-ാം പ്രതി TH മുസ്തഫ, 5-ാം പ്രതി ജിജി തോംസൺ എന്നിവർ പ്രതിയായി തുടരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉമ്മൻചാണ്ടി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന കോടിയേരി ബാലകൃഷ്ണൻ. പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായ തൃശൂർ വിജിലൻസ് കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോടിയേരിയുടെ പ്രതികരണം. ഇപ്പോൾ തൃശൂർ വിജിലൻസ് ജഡ്ജി ഇത്തരമൊരു പരാമർശം നടത്തിയ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിയെ പ്രതിയേർത്തുകൊണ്ട് ഈ കേസിൽ അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടി കൂടി കുറ്റവിചാരണയ്ക്ക് വിധേയമാക്കണം. ഏത് സന്ദർഭത്തിൽ ആ കേസ് കോടതിയിൽ വിചാരണക്കെടുത്താലും ഉമ്മൻചാണ്ടി പ്രതിനിധിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ആ കേസിൻ്റെ ഫയൽ പരിശോധിച്ച് നോക്കിയാൽ അത് വ്യക്തമാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് പറഞ്ഞത് അഴിമതിയുടെ ഒരു കണിക പോലും ഞങ്ങൾ കോൺഗ്രസ് വെച്ചുപുറപ്പിക്കില്ലതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പാമോയിൽ കേസിൽ ഇപ്പോൾ തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെയും ഹൈക്കമാൻഡിൻ്റെയും നിലപാട് എന്താണ് എന്നവർ വ്യക്തമാക്കണം. പാമോയിൽ കേസിൽ വിജിലൻസ് കോടതിയുടെ പരാമർശം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാവുകയാണ്. സോളാർ കേസിൽ സരിതാ നായർ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഉണ്ടായ കോടതി പരാമർശം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെയും UDF-നെയും പ്രതിരോധത്തിലാക്കും. മുഖ്യമന്ത്രിക്കെതിരെ തുടരെയുണ്ടാകുന്ന ആരോപണങ്ങളിൽ ഹൈക്കമാൻഡ് കടുത്ത അസംതൃപ്തിയിലായിരിക്കെയാണ് ഏറ്റവും ഒടുവിൽ വിജിലൻസ് കോടതി പരാമർശവും വന്നിരിക്കുന്നത്. സോളാർ കേസിൽ സരിതാ നായർ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വം. ഈ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വൻ തിരിച്ചടിയുണ്ടാകും എന്ന വസ്തുത കൂടി മനസ്സിലാക്കിയാണ് VM സുധീറിനെയും ചെന്നിത്തലയെയും കൂടി കളത്തിലിറക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. കേരളത്തെ വികസനത്തിന്റെ പാതയിൽ എത്തിച്ചുവെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടാത്തത് അദ്ദേഹത്തിന് വൻ തിരിച്ചടിയായിരിക്കെയാണ് കോടതി പരാമർശം. പാമോയിൽ കേസിൽ വിജിലൻസ് കോടതി പരാമർശം സോളാർ ആരോപണങ്ങൾക്കൊപ്പം തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയവുമാകും. ഇത് UDF-നെയും കോൺഗ്രസിനെയും കൂടുതൽ പ്രതിരോധത്തിലുമാക്കും. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ലെന്ന കോൺഗ്രസിലെ ആവശ്യത്തിന് കൂടുതൽ ശക്തി പകർന്നുകൂടിയായി മാറുകയാണ് വിജിലൻസ് കോടതി പരാമർശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. ജനാധിപത്യം സംവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് ക്ഷണിക്കുന്നതെന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. അംഗങ്ങൾ പരസ്പര ബഹുമാനത്തോടെ പാർലമെന്റ് നടപടികൾ ക്രിയാത്മകമായി കൊണ്ടുപോകണം. വനിതകൾക്ക് പ്രതിരോധ മേഖലയിലെ എല്ലാ വിഭാഗത്തിലും പ്രാതിനിധ്യം നൽകണമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് സെൻട്രൽ ഹാളിൽ നടന്ന രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം 1.5 മണിക്കൂർ നീണ്ടു. നയപ്രഖ്യാപനത്തിന്റെ ഭൂരിഭാഗവും കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ തൽസ്ഥിതി അവലോകനമായി. പ്രസംഗത്തിന്റെ അവസാനം പാർലമെന്റ് നടപടികൾ ബഹളമില്ലാതെ ക്രിയാത്മകമായി കൊണ്ടുപോകണമെന്ന് രാഷ്ട്രപതി ആവശ്യപ്പെട്ടു. എംപിമാർ പരസ്പര ബഹുമാനത്തോടെ ചർച്ചകളിൽ പങ്കെടുക്കണം. ജനാധിപത്യം ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമാണ് ക്ഷണിക്കുന്നത്, അല്ലാതെ വിള്ളൽ വീഴ്ത്താനും തടസ്സപ്പെടുത്താനുമല്ല. Democratic temper calls for debate and discussion and not disruption or obstruction.
പാകിസ്ഥാനുമായി പരസ്പര ബഹുമാനത്തോടെയുള്ള ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് പ്രണബ് മുഖർജി വ്യക്തമാക്കി. വനിതകൾക്ക് പ്രതിരോധ വിഭാഗത്തിലെ എല്ലാ മേഖലകളിലും ഭാവിയിൽ പ്രാതിനിധ്യം നൽകും. പത്താൻകോട്ട് ആക്രമണത്തിൽ പങ്കെടുത്ത സൈനികരെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ FDI നിക്ഷേപം 39% വർദ്ധിപ്പിക്കാൻ സാധിച്ചു. 20,000 മദ്രസ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പദ്ധതിയിലൂടെ പരിശീലനം നൽകി. പാവങ്ങളുടെയും കർഷകരുടെയും തൊഴിൽരഹിതരായ യുവാക്കളുടെയും ഉന്നമനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം രാജ്യത്ത് വൻ പ്രതിഷേധത്തിന് വഴിതെളിച്ചിരിക്കുന്ന JNU വിഷയമടക്കമുള്ളതിനെക്കുറിച്ച് രാഷ്ട്രപതി മൗനം പാലിച്ചു. എല്ലാ ക്രിയാത്മക ചർച്ചകൾക്കും തന്റെ സർക്കാർ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് പറഞ്ഞു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. തീഹാർ ജയിലിൽ വെച്ച് കനയ്യയെ വധിക്കുമെന്ന് RSS അഭിഭാഷകൻ. പട്യാല കോടതി ആക്രമണത്തെക്കുറിച്ച് ഇന്ത്യ ടുഡേ ചാനൽ നടത്തിയ ഒളിക്യാമറ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. മാധ്യമപ്രവർത്തകരെ അടക്കം ആക്രമിക്കാൻ നേതൃത്വം നൽകിയ RSS അഭിഭാഷകനാണ് ഒളിക്യാമറയ്ക്ക് മുമ്പിൽ കനയ്യയെ ജയിലിൽ വെച്ച് വധിക്കുമെന്ന് അറിയിച്ചത്. പട്യാല കോടതിയിൽ മാധ്യമപ്രവർത്തകരെയും കനയ്യയെയും മർദ്ദിച്ച RSS അഭിഭാഷകൻ വിക്രം സിംഗ് ചൌഹാനാണ് കനയ്യയെ വധിക്കുന്നതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. അക്രമികളായ അഭിഭാഷകനെക്കുറിച്ച് ഇന്ത്യ ടുഡേ ചാനൽ നടത്തിയ ഒളിക്യാമറ അന്വേഷണത്തിലാണ് ഇക്കാര്യം പുറത്തുവരുന്നതും. അഭിഭാഷകനോട് ചാനൽ റിപ്പോർട്ടർ പട്യാല കോടതി സംഭവത്തെക്കുറിച്ച് ചോദിക്കുന്നു. തന്റെ നേതൃത്വത്തിലാണ് അക്രമം നടന്നതെന്ന് അഹങ്കാരത്തോടെ സമ്മതിക്കുന്ന വിക്രം സിംഗ് ചൌഹാൻ കനയ്യയെ വധിക്കുമെന്നറിയിച്ചു. ഒളിക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നത് അറിയാതെയായിരുന്നു ചൌഹാന്റെ സംസാരം. കോടതി ആക്രമണവുമായി ബന്ധപ്പെട്ട് കേസിൽ ജാമ്യമെടുക്കില്ല. അങ്ങനെയാകുമ്പോൾ കോടതി തീഹാർ ജയിലിലേക്ക് തന്നെയും അയക്കും. ഒരു പെട്രോൾ ബോംബുമായിട്ടായിരിക്കും തീഹാർ ജയിലിൽ പോവുക. റിമാൻഡിലായ കനയ്യെ പാർപ്പിച്ചിരിക്കുന്ന ജയിൽ മുറിയിൽ വെച്ച് തന്നെ കനയ്യെ വധിക്കും. ഇതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിച്ചാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞാണ് ചൌഹാൻ പൂർത്തിയാക്കുന്നത്. നേരത്തെ പട്യാല കോടതിയിൽ വെച്ച് കനയ്യെ 3 മണിക്കൂർ മർദ്ദിച്ചുവെന്നും ഈ RSS അഭിഭാഷകൻ അവകാശപ്പെടുന്നുണ്ട്. കനയ്യയുടെ ജീവൻ അപകടത്തിലാണെന്ന് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്നതാണ് ഈ RSS അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. കനയ്യകുമാറിന്റെ ജാമ്യത്തെ എതിർക്കുമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി. ജാമ്യം ലഭിച്ചാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ബസി പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കമ്മീഷണർ പറയുന്നത്? ജാമ്യം സംബന്ധിച്ചുള്ള വാർത്ത കൂടി. ധന്യ, ഇപ്പോൾ ദില്ലി പോലീസ് നിലവിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ജാമ്യം അനുവദിക്കരുതെന്നാണ് ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി മാധ്യമങ്ങൾ മുമ്പാകെ വ്യക്തമാക്കിയത്. കനയ്യകുമാറിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചാൽ അത് കേസ് അന്വേഷണത്തെ ബാധിക്കും എന്ന് ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി പറഞ്ഞു. നിലവിൽ ജാമ്യം അനുവദിക്കാം എന്നായിരുന്നു മുൻ നിലപാടുകൾ ദില്ലി പോലീസ് സ്വീകരിച്ചിരുന്നത്. ഈ കനയ്യകുമാറിന്റെ ജാമ്യ ഹർജി നൽകുന്നതിനെ എതിർക്കില്ലെന്നും ദില്ലി പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും നിലപാട് മാറ്റിക്കൊണ്ട് കമ്മീഷണർ BS ബസി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ കനയ്യയ്ക്ക് ജാമ്യം അനുവദിക്കുന്നത് കേസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ജാമ്യം നൽകരുതെന്നുമാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. രാജീവ് മഹർഷി ഉൾപ്പെടെയുള്ളവരും ഈ കൂടിക്കാഴ്ചയിൽ ഭാഗമാകുന്നുണ്ട്. ബഡ്ജറ്റ് സമ്മേളനത്തിലടക്കം നാളെ ഈ JNU വിഷയമടക്കം ചർച്ചയാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇക്കാര്യം ചർച്ച ചെയ്യാൻ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നത്. നിലവിൽ ഇന്ന് 4:30 ദില്ലി ഹൈക്കോടതിയിൽ ഈ JNU അകത്ത് കയറി ഈ ഉമർ ഖാലിദ് അടക്കമുള്ള വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഉത്തരവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്ന് അഭിഭാഷകർ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജിയും ദില്ലി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അതിനാൽ തന്നെ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ധന്യ. കനയ്യകുമാറിന്റെ ജാമ്യത്തെ എതിർക്കുമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി വ്യക്തമാക്കി. വിശദാംശങ്ങളാണ് മനു ശങ്കർ നൽകിയത്. വെള്ളാപ്പള്ളിയുടെ ആലുവ പ്രസംഗം മതസ്പർദ്ധയുണ്ടാക്കുന്നതാണെന്ന് പോലീസ്. ഇത് സാധൂകരിക്കുന്ന തെളിവുകളും സാക്ഷിമൊഴികളും പോലീസിന് ലഭിച്ചു. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സമത്വ മുന്നേറ്റ യാത്രയ്ക്കിടെ ആലുവയിൽ വെച്ച് മതദ്വേഷം വളർത്തുന്ന പ്രസംഗം നടത്തിയതിന് KPCC പ്രസിഡന്റ് VM സുധീരൻ നൽകിയ പരാതിയിലാണ് ആലുവ പോലീസ് വെള്ളാപ്പള്ളിക്കെതിരെ 153A വകുപ്പ് പ്രകാരം കേസെടുത്തത്. വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവവും വെറുപ്പും ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയും ഹിന്ദു സമൂഹത്തെ ഉത്തേജിപ്പിക്കണമെന്ന കരുതലോടെയും SNDP സമത്വ മുന്നേറ്റ ജാഥ ക്യാപ്റ്റനായ പ്രതി പരാമർശം നടത്തിയെന്ന് വെള്ളാപ്പള്ളിക്കെതിരായ FIRൽ സൂചിപ്പിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരനായ VM സുധീരൻ ഉൾപ്പെടെയുള്ളവരുടെയും മറ്റ് സാക്ഷികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി.
ഇതിനു പുറമെ പ്രസംഗത്തിന്റെ CD തിരുവനന്തപുരം സീഡാക്കിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പരിശോധനാഫലം പോലീസിനുടൻ ലഭിക്കും. കഴിഞ്ഞ മാസം 4-ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ CI TB വിജയൻ മുമ്പാകെ വെള്ളാപ്പള്ളി നടേശൻ കീഴടങ്ങിയിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ വെള്ളാപ്പള്ളിക്ക് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. 25,000 രൂപ ബോണ്ടിലും തുല്യ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യത്തിലുമായിരുന്നു ജാമ്യം. 153A വകുപ്പ് പ്രകാരം കേസ് നിലനിൽക്കുമെന്ന ഉറച്ച നിലപാടിലാണ് പോലീസ്. ഇത് സാധൂകരിക്കത്തക്ക തെളിവുകളും സാക്ഷിമൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രസംഗ CD-യുടെ ശാസ്ത്രീയ പരിശോധനാഫലം ലഭിക്കുന്നതോടൊപ്പം സർക്കാർ അനുമതി കൂടി ലഭിച്ചാൽ ഉടൻ കുറ്റപത്രം നൽകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പി ജയരാജനെതിരെ കേസെടുത്തത് CBIയുടെ പാപ്പരത്വം മൂലമെന്ന് പിണറായി വിജയൻ. RSS നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതെന്നും ജയരാജനെ ചോദ്യം ചെയ്യുന്നെങ്കിൽ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ വേണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പി ജയരാജനെ പിണറായി വിജയൻ സന്ദർശിച്ചു. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയായ CBIയുടെ പാപ്പരത്വമാണ് കാണിക്കുന്നത്. കൂട്ടിലടച്ച തത്ത എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ച CBI രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ മാനദണ്ഡങ്ങളെല്ലാം മാറ്റിവെക്കാറുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. ഇപ്പോൾ വന്നിട്ടുള്ളത് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ മാത്രമല്ല, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന വർഗീയ സംഘടനയുടെ ഇടപെടൽ, അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടൊരു അന്വേഷണ ഏജൻസിയായി CBI മാറിയിരിക്കുന്നു എന്നതാണ്. ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾക്ക് സമാപനം. ഭക്തിയുടെ നിറവിൽ ആയിരങ്ങളാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിട്ടത്. കുംഭമാസത്തിലെ പൗർണമിയും പൂരം നാളും ഒന്നിക്കുന്ന ആസുദിനം ആറ്റുകാൽ ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം പുണ്യാഹം തളിച്ചു. കണ്ണകി ചരിതം തോറ്റംപാട്ടിന്റെ സമാപനത്തോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് ക്ഷേത്രത്തിൽ തുടക്കമായത്. 10 മണിക്ക് നടന്ന അടുപ്പുവെട്ടൽ ചടങ്ങിന് പിന്നാലെ ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരിക്ക് നൽകി. തുടർന്ന് ക്ഷേത്രത്തിലെ വലിയ ചെറിയ തിടപ്പള്ളി അടുപ്പുകളിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറുകയായിരുന്നു. ഒടുവിൽ സഹമേൽശാന്തി ക്ഷേത്രത്തിന് മുന്നിലെ പച്ചപ്പുരയ്ക്ക് സമീപം ഒരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നു. ക്ഷേത്രത്തിൽ നിന്നുള്ള ചെണ്ടമേളവും മൈക്കിലൂടെയുള്ള അറിയിപ്പും കതിനാവെടിയും വായ്ക്കുരവയും ഉയർന്നതോടെ ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പുകളും ആ അഗ്നിനാളം ഏറ്റുവാങ്ങി. അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രോച്ചാരണങ്ങളുമായി നിറഞ്ഞ മനസ്സോടെ ദേവിക്ക് പൊങ്കാല സമർപ്പണം. ആദ്യ മണിക്കൂറുകളിൽ തലസ്ഥാന നഗരം യജ്ഞശാലയായി മാറുകയായിരുന്നു. ഭക്തലക്ഷങ്ങൾ വിവിധ ഇനത്തിലുള്ള പൊങ്കാലയും തെരളിയും മണ്ടയപ്പവും ഉൾപ്പെടെയുള്ള നിരവധി വിഭവങ്ങളാണ് ആറ്റുകാലമ്മയ്ക്ക് നൈവേദ്യമായി ഒരുക്കിയത്. കഴിഞ്ഞ തവണത്തേതിന് വ്യത്യസ്തമായി ഇക്കുറി വളരെ നേരത്തെയാണ് പൊങ്കാല നിവേദ്യം നടന്നത്. 1:30 നടന്ന പൊങ്കാല നിവേദ്യ ചടങ്ങിന് 250-ലധികം പൂജാരിമാർ നേതൃത്വം നൽകി. പതിവ് പോലെ പൊങ്കാല നിവേദ്യ സമയത്ത് ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടിയും നടന്നു. പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നവർക്കായി KSRTCയും റെയിൽവേയും വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്രമീകരിച്ചിരുന്നത്. 3000-ലധികം പോലീസിന്റെയും ഷാഡോ പോലീസ് കമാൻഡോകൾ എന്നിവരുടെയും സുരക്ഷാ വലയത്തിലായിരുന്നു തലസ്ഥാന നഗരം. നിറഞ്ഞ മനസ്സോടെ ആറ്റുകാൽ ദേവിയുടെ മുന്നിൽ പൊങ്കാല അർപ്പിച്ചു. അടുത്ത വർഷം വരാമെന്ന ഉറപ്പും നൽകി. പ്രതീക്ഷയോടെ ഒരു മടക്കം. ക്യാമറാമാൻമാരായ രാഹുൽ ചന്ദ്രനും ബിച്ചു പൂവച്ചലിനും ഷീജയ്ക്കുമൊപ്പം സുനിൽ അരിമാനൂർ. ഇത്തവണ പൊങ്കാലയിടാനെത്തിയ താരങ്ങളുടെ ഇടയിൽ നടി കൽപ്പനയുടെ അഭാവമായിരുന്നു ഏറെ നിഴലിച്ചത്. പൊങ്കാലയിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു കൽപ്പന. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആറ്റുകാൽ പൊങ്കാലയിലെ താരസാന്നിധ്യം എന്ന് പറയുമ്പോൾ ഏവരുടെയും മനസ്സിലേക്ക് ആദ്യമെത്തുന്ന പേരിൽ ഒന്ന് കൽപ്പനയുടേതായിരുന്നു. എന്നാൽ മലയാളികൾക്ക് ഞെട്ടലായിരുന്നു നടി കൽപ്പനയുടെ വിയോഗം. പൊങ്കാലയ്ക്കെത്തിയ താരങ്ങൾക്ക് ഇന്നും ആ വിയോഗം ഉൾക്കൊള്ളാനായിട്ടില്ല. പൊങ്കാല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓടിയെത്തുന്ന കൽപ്പനേച്ചി തന്നെയാണ്. അത് ശരിക്കും അതൊരു വലിയൊരു കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
ഒരുപാട് വർഷമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാളില്ലാത്തതിന്റെ ഒരു വിഷമം. കൽപ്പനയുടെ ആത്മാവിന് നിത്യശാന്തിക്കായി കൂടി പ്രാർത്ഥിച്ചാണ് ഇവർ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ചത്. നടിമാരായ വിധുബാല, പ്രിയങ്ക, ഇനിയ, ടി ഉഷ, ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തിന്റെ ഭാര്യ സരസ്വതി അമ്മാൾ, ADGPമാരായ അരുൺകുമാർ സിൻഹ, ലോക്നാഥ് ബെഹ്റ എന്നിവരുടെ ഭാര്യമാരായ മീത സുരേന്ദ്രൻ, മാധുരി, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദു കൃഷ്ണ തുടങ്ങിയവരും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ചു. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം എസ് ഷീജ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ നാളെ മുതൽ ആരംഭിക്കുമെന്ന് VM സുധീരൻ. കുറ്റമറ്റ രീതിയിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുകയാണ് ലക്ഷ്യമെന്നും VM സുധീരൻ ദില്ലിയിൽ പറഞ്ഞു. നിർണയം സംബന്ധിച്ച് നടപടികൾ നാളെ തന്നെ ആരംഭിക്കുകയാണ്. ജില്ലകളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള 3 അംഗ ഉപസമിതി അംഗങ്ങളുടെ അടിയന്തര യോഗം നാളെ തിരുവനന്തപുരത്ത് KPCC ഓഫീസിൽ വെച്ച് 4 മണിക്ക് ചേരുന്നുണ്ട്. 28-ാം തീയതിക്കകം ഈ സമിതികൾ ജില്ലകളിലെ ബന്ധപ്പെട്ട നേതാക്കളുമായി ഘടകങ്ങളുമായി ആശയവിനിമയം നടത്തി അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. 1-ാം തീയതി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 അംഗ സമിതി അംഗങ്ങളുമായി ജില്ലകളിലെ പ്രത്യേകമായി അവരുമായി ഞങ്ങൾ 3 പേരും ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമികമായ ഒരു കരട് റിപ്പോർട്ട് തയ്യാറാക്കും. ഉമ്മൻചാണ്ടിക്കെതിരെ പരോക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല വീണ്ടും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്ന് ചെന്നിത്തല. 4 തവണ മത്സരിച്ചവരെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം വന്നിട്ടില്ലെന്നും ജയസാധ്യതയും ജനസ്വീകാര്യതയുമാണ് സ്ഥാനാർത്ഥികൾക്കുള്ള മാനദണ്ഡമെന്നും ചെന്നിത്തല പറഞ്ഞു. അങ്ങനെ ഒരു ആശയമൊന്നും ഉണ്ടായിട്ടില്ല. വിജയസാധ്യതയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സ്വീകാര്യതയുമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. UDFന് പുറത്തുള്ള ഏതെങ്കിലും കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യണം എന്നൊരാശയം ഇതുവരെ ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. ഇതുവരെ ഇപ്പം അങ്ങനെ ചർച്ച നടന്നിട്ടുമില്ല. ഒരിക്കലും കോൺഗ്രസ് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇലക്ഷൻ കേരളത്തിൽ നേരിട്ടിട്ടില്ല. ഇപ്പം കൂട്ടായ നേതൃത്വമാണുള്ളത്. അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒറ്റക്കെട്ടായി കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കെതിരെ വിജിലൻസ് കോടതിയിൽ ഹർജി. കണ്ണൂർ വിമാനത്താവളം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോകായുക്ത നിർദ്ദേശിച്ച അന്വേഷണം അട്ടിമറിച്ചെന്നാണ് പരാതി. മരം മുറിച്ചതിലെ അഴിമതി അന്വേഷണമാണ് അട്ടിമറിച്ചത്. കരാറുകാരൻ KV ജെയിംസ് ആണ് ഹർജി നൽകിയത്. ഹർജി തലശ്ശേരി വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു.